ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 11ഉം 12ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 72 അക്രൂരാഗമനം ശ്ലോകം 11. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതിനിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. നന്ദേന സാകം അമിതാദരം അർച്ചയിത്വാ തം യാദവം തത് ഉദിതാം നിശമയ്യ വാർത്താം കോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാ കഥാഭിർ ഇഹ തേന നിശാം അനൈഷീ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. നന്ദേന സാകം നന്ദഗോപനോടുകൂടി, തം ആ യാദവം അക്രൂരൻ എന്ന യാദവനെ, അമിതാദരം വലുതായ ബഹുമാനത്തോടുകൂടി, അർച്ചയിത്വ പൂജിച്ചിട്ട്, തദുദിതാം അദ്ദേഹം പറയുന്ന, വാർത്താം വാർത്തകൾ, നിശമയ്യ കേട്ടിട്ട്, ഗോപേഷു ഗോപന്മാരിൽ, ഭൂപതി നിദേശ കഥാം രാജാവായ കംസന്റെ ആജ്ഞയെ, നിവേദ്യ അറിയിച്ചിട്ട്, തേന അവനോടുകൂടി, ഇഹ ഈ ഗോകുലത്തിൽ, നാനാ കഥാപി പല കഥകൾ പറഞ്ഞ്, നിശാം രാത്രിയെ, അനൈഷി നയിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നന്ദേന സാകം അമിതാദരം അർച്ചയിത്വാ ചേർത്തിട്ട്, നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം തദുതി അതെല്ലാം ദയൽത്തെ ഇതെന്നാണ്, നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം ചേർത്തിട്ട്, ഭൂപതി നിദേശ കഥാം, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കഥാം എന്നുള്ളതിലത്തെ ഥാന്നും ഊന്നി പറയാനുള്ളതാണ്. നിവേദ്യ നാനാ കഥാഭിരിഹ, നാനാ കഥാഭിർ, കഥ എന്നുള്ളതിൻ്റെ താന്നും ഭിർ എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഊന്നി പറയണം. ഇഹ തേന ചേർത്തു ചൊല്ലുമ്പോൾ, നാനാ കഥാഭിരിഹ തേന നിശാം അനൈഷീ. അവിടെ ലാസ്റ്റിൽ വിസർഗത്തോടു കൂടെ നിർത്തണം, നീട്ടിയിട്ട് വിസർഗം ചേർത്തിട്ട്, നിശാമനൈഷീ. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാ കഥാഭിരിഹ തേന നിശാമനൈഷീ. അടുത്തത് 12ാമത്തെ ശ്ലോകം. ചന്ദ്രാഗൃഹേ കിമുദ ചന്ദ്രഭഗാഗൃഹേന്നു രാധാഗൃഹേന്നു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥപായാ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേ नु രാധാഗൃഹേ नु ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിർ ഉച്ചൈർ ആശങ്കിതോ നിശി മരുത്പുരനാഥ പായാ. അർത്ഥം നോക്കാം. ധൂർത്ത ചതിയനായ അവൻ, ചന്ദ്രാഗൃഹേ ചന്ദ്ര എന്നു പേരായ ഗോപികയുടെ ഗൃഹത്തിൽ, കിം ഉദ ആണോ അഥവാ, ചന്ദ്രഭഗാഗൃഹേ नु ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ, രാധാഗൃഹേ नु രാധാഗൃഹത്തിലാണോ, മൈത്രവിന്ദേ മിത്രവിന്ദയുടെ ഭവനേ കിമു ഭവനത്തിലാണോ, വിളംബത താമസിക്കുന്നത്.
ഇതി ഇപ്രകാരം നിശി രാത്രിയിൽ പ്രമദാഭി ഗോപസ്ത്രീകളാൽ ഉച്ചൈ ശക്തിയായി ആശങ്കിത സംശയിക്കപ്പെട്ട അവിടുന്ന് മരുത്പുരനാഥ ഗുരുവായൂരപ്പ പായ എന്നെ രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗ ഗൃഹേ. ചന്ദ്രഭഗ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നു രാധാഗൃഹേ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നു ഭവനെ ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. കിമു മൈത്രവിന്ദേ ധൂർത്തോ ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിളംബത ഇതി പ്രമദാഭിർ പ്രമദ എന്നുള്ളത് ദയയിലത്തെ ഭിർ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഉച്ചൈർ ആശങ്കിതോ നിശി മരുത്പുരനാഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പായ നീട്ടിയിട്ട് വിസർഗം. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേന്നു രാധാഗൃഹേന്നു ഭവനെ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥ പായ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.